ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് ബേസിക് കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. VO എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളുടെ പാർട്ട് 6 ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കമൻറ്റ് ബോക്സിലൂടെ സയൻസ് ക്ലാസ്സുകൾ ആവശ്യപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സയൻസ് വിഭാഗത്തിൽപ്പെടുന്ന കാർഷിക വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ സീരീസിലെ പാർട്ട് 5 വീഡിയോ മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൂടാതെ ഈ ക്ലാസ്സുകളുടെ PDF നോട്ട് ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിലൂടെ ചാനലിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാനലിൽ നിന്നും ഇതിൻ്റെ PDF നോട്ട് ലഭ്യമാക്കാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കാർഷിക വിപ്ലവങ്ങൾ. ആദ്യമായി ഹരിത വിപ്ലവത്തെക്കുറിച്ച് പറയാം. ഗ്രീൻ റവല്യൂഷൻ. കാർഷിക ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് ഹരിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോങ് ആണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോങ്. സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച കൃഷിശാസ്ത്രജ്ഞൻ കൂടെയാണ് നോർമൻ ബോർലോങ്. ബോർലോങ് അവാർഡ് നൽകുന്നത് ഏതു മേഖലയിലാണ് എന്ന് ചോദിക്കാം. അത് കാർഷിക മേഖലയിൽ നൽകുന്ന അവാർഡാണ് ബോർലോങ് അവാർഡ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരെന്ന് നമ്മൾ പഠിച്ചു. നോർമൻ ബോർലോങ് ആണ്. എന്നാൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് MS സ്വാമിനാഥനാണ്. ആലപ്പുഴ മങ്കൊമ്പ് സ്വദേശിയായ MS സ്വാമിനാഥൻ. ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ്. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്ന് അറിയപ്പെടുന്നത് ഡോക്ടർ MB സിംഗ് ആണ്. 1940 നോർമൻ ബോർലോങ്ങിൻ്റെ നേതൃത്വത്തിൽ മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. 1940 നോർമൻ ബോർലോങ്ങിൻ്റെ നേതൃത്വത്തിൽ മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. അപ്പോൾ ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മെക്സിക്കോയാണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗസ് ആണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷിമന്ത്രി ആരായിരുന്നു? C. സുബ്രഹ്മണ്യം ആയിരുന്നു. 1967 മുതൽ 68 വരെയായിരുന്നു ഇദ്ദേഹം കേന്ദ്ര കൃഷിമന്ത്രിയായി ഇരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷിമന്ത്രി ആരായിരുന്നു? C. സുബ്രഹ്മണ്യം. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാണ്? ഗോതമ്പാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാണ്? ഗോതമ്പാണ്. കാർഷിക മേഖലയിലെ രണ്ടാമത്തെ പ്രധാന വിപ്ലവമാണ് ധവള വിപ്ലവം. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ 1970കളിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഫ്ലഡ് എന്ന ഗ്രാമവികസന പദ്ധതിയാണ് ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന് നാന്ദി കുറിക്കുന്നത്. ക്ഷീരവിപ്ലവം അഥവാ വൈറ്റ് റവല്യൂഷൻ എന്നും അറിയപ്പെടുന്നത് ധവള വിപ്ലവമാണ്. ക്ഷീരവിപ്ലവം എന്നും വൈറ്റ് റവല്യൂഷൻ എന്നും ധവള വിപ്ലവം അറിയപ്പെടുന്നു. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യനാണ്. ഇദ്ദേഹം മലയാളിയാണ്. കോഴിക്കോട് സ്വദേശിയാണ് വർഗീസ് കുര്യൻ. അപ്പോൾ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? വർഗീസ് കുര്യനാണ്. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നും വർഗീസ് കുര്യൻ അറിയപ്പെടുന്നു. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ആരാണ്? വർഗീസ് കുര്യനാണ്. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡാണ്.
ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. ലോകത്തിൽ പാലുൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാലുൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. രണ്ടാം സ്ഥാനം അമേരിക്കയ്ക്കുമാണ്. എന്നാൽ പശുവിൻ പാൽ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനത്തും. അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ശാസ്ത്രീയ മാർഗം പാസ്ചറൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്ചറാണ്. അപ്പോൾ പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ശാസ്ത്രീയ മാർഗം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പാസ്ചറൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്ന് അറിയപ്പെടുന്നത് ഹരിയാനയാണ്. അപ്പോൾ ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. ഇന്ത്യയുടെ ക്ഷീരോത്പാദക സഹകരണ സംഘമായ അമൂൽ സ്ഥിതി ചെയ്യുന്നത് ആനന്ദ് എന്ന സ്ഥലത്താണ്. ആനന്ദ് എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പോൾ ഗുജറാത്തിലെ ആനന്ദിലാണ് അമൂൽ സ്ഥിതി ചെയ്യുന്നത്. അമൂൽ സ്ഥാപിതമായ വർഷം 1946 1946 അമൂൽ സ്ഥാപിച്ചത്. അമൂലിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വ്യക്തി കൂടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വർഗീസ് കുര്യൻ. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അതും ആനന്ദ് തന്നെയാണ്. ഗുജറാത്തിലെ ആനന്ദിലാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം. മാഗ്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? വർഗീസ് കുര്യനാണ്. 1963 വർഗീസ് കുര്യന് രമൺ മാഗ്സസെ അവാർഡ് ലഭിക്കുന്നത്. ആർക്കാണ് ആദ്യമായി മാഗ്സസെ അവാർഡ് നേടിയ വ്യക്തി ആരാണ്? അത് വിനോബ ഭാവെയാണ് ആദ്യമായി മാഗ്സസെ അവാർഡ് നേടിയ വ്യക്തി. കേരളത്തിലെ പ്രശസ്തമായ കന്നുകാലി ഗവേഷണ കേന്ദ്രം മാട്ടുപ്പെട്ടിയാണ്. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അത് മാട്ടുപ്പെട്ടിയാണ്. ഇടുക്കി ജില്ലയിലാണ് ഈ മാട്ടുപ്പെട്ടി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഇൻഡോസിസ് പ്രോജക്റ്റ് ഈ മാട്ടുപ്പെട്ടിയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ക്ഷീര വിപ്ലവവുമായി ഒക്കെ അല്ലെ ധവള വിപ്ലവവുമായൊക്കെ ബന്ധപ്പെട്ട ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയും സ്വിറ്റ്സർലൻഡും ചേർന്നുള്ള ആ പ്രോജക്റ്റിൻ്റെ പേരാണ് ഇൻഡോസിസ് പ്രോജക്റ്റ്. ഇൻഡോസിസ് പ്രോജക്റ്റ് നടപ്പിലാക്കിയത് മാട്ടുപ്പെട്ടിയിലാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പശു, ഏറ്റവും ഉയരം കുറഞ്ഞ പശു ഒക്കെ വെച്ചൂർ പശു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഇനമായ വെച്ചൂർ പശുവിൻ്റെ ജന്മദേശം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അത് കോട്ടയം ജില്ലയിലെ വെച്ചൂറാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഇനമായ വെച്ചൂർ പശുവിൻ്റെ ജന്മദേശം കോട്ടയം ജില്ലയിലെ വെച്ചൂർ ആണ്. മിൽമ നമുക്കറിയാവുന്നതാണ്. മിൽമ സ്ഥാപിതമായ വർഷം 1980. ലോക ക്ഷീരദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 1 ലോക ക്ഷീരദിനം. ഏറ്റവും ഔഷധ ഗുണമുള്ള പാല് ആടിൻ്റെ പാലാണ്. ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള പാല് ആടിൻ്റെ പാലാണ്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന വിപ്ലവങ്ങളായിരുന്നു ഹരിത വിപ്ലവവും ധവള വിപ്ലവവും. അപ്പോൾ അത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മറ്റുള്ള വിപ്ലവങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള വിപ്ലവങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. അതുകൊണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ ഇവിടെ വായിക്കാം. ആദ്യമായി നീല വിപ്ലവമാണ്. അത് ബ്ലൂ റെവല്യൂഷൻ എന്നുകൂടി അറിയപ്പെടുന്നു. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീല വിപ്ലവം? മത്സ്യ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് നീല വിപ്ലവം. അപ്പം മത്സ്യം ലഭിക്കുന്നത് നമുക്ക് എവിടെ നിന്നാണ്? കടലിൽ നിന്നാണ്. കടലിൻ്റെ നിറം എന്താണ്? നീല നിറമാണ്. അപ്പോൾ അത് ഓർത്താൽ മതി. മത്സ്യ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവം എന്താണ്? നീല വിപ്ലവമാണ്. അടുത്തത് രജത വിപ്ലവമാണ്. ഇത് സിൽവർ റെവല്യൂഷൻ എന്നുകൂടി അറിയപ്പെടുന്നു. അപ്പോൾ സിൽവർ റെവല്യൂഷനാണ് രജത വിപ്ലവം. അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് രജത വിപ്ലവം. മറ്റൊന്ന് മഞ്ഞ വിപ്ലവമാണ്. അത് എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ബ്രൗൺ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാസവളങ്ങളുടെയും
തുകലിൻ്റെയും ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഗ്രേ വിപ്ലവമാണ്. അത് ഭവന നിർമ്മാണവും വളങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭവന നിർമ്മാണവുമായിട്ടാണ് പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത്. പിന്നെ വളങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്രേ വിപ്ലവം. അടുത്തത് സിൽവർ ഫൈബർ വിപ്ലവമാണ്. പരുത്തി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് സിൽവർ ഫൈബർ വിപ്ലവം. ചുവപ്പ് വിപ്ലവമുണ്ട്. അത് മാംസം, തക്കാളി ഉൽപ്പാദനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചുവപ്പ് വിപ്ലവം മാംസം, തക്കാളി ഉൽപ്പാദനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വർണ്ണ വിപ്ലവം പഴം, പച്ചക്കറി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. സ്വർണ്ണ വിപ്ലവം പഴം, പച്ചക്കറി എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. അവസാനമായി മഴവിൽ വിപ്ലവമാണ്. കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് മഴവിൽ വിപ്ലവം. അപ്പോൾ കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് മഴവിൽ വിപ്ലവം. കൂടുതൽ പ്രധാനപ്പെട്ട വിഷയങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.